സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ വികസന സദസ്സുകൾ വരികയായി. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വികസന സദസ്സുമായി UDF സഹകരിക്കില്ല, സ്വാഭാവികം. രാഷ്ട്രീയ പ്രചരണ വേദിയാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് വിമർശനം. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, അങ്ങനെ വികസന സദസ്സ് വരാൻ പോകുന്നു. ഏതാണ്ട് ഈ സമയം കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷം നവകേരള സദസ്സുമായിട്ട് മന്ത്രിമാർ ഇറങ്ങിയത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വികസന സദസ്സുകൾ കൊണ്ടുവരികയാണ്. ഭരണം അവസാനിക്കാറാവുന്ന സമയത്താണ് സദസ്സ് വരുന്നതെന്നൊരു പ്രത്യേകതയുണ്ടെങ്കിലും അതിൽ UDF രാഷ്ട്രീയമായിട്ട് തന്നെ അതിലെ നീക്കം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? റഹീസ്. ഗുഡ് മോർണിംഗ് അരുൺ. UDF അതിൻ്റെ രാഷ്ട്രീയം ഇത് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ പരിപാടി ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തത്. സർക്കാർ ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അതിന് മുമ്പായി മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ നേട്ടങ്ങൾ എത്തിക്കുക, അതായത് ലോക്കൽ ബോഡിയുടെ നേട്ടങ്ങൾ എത്തിക്കുക. അതായത് ആ പരിപാടിയുടെ സ്ട്രക്ചർ തന്നെ ആദ്യ മണിക്കൂർ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിട്ടുള്ള സമയം സ്ക്രീനിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ ആ സ്ഥാപനങ്ങളിൽ നടന്ന സംസ്ഥാന സർക്കാരിൻ്റെതടക്കമുള്ള പ്രോജക്റ്റുകൾ സക്സസ് ആയി നടപ്പിലാക്കിയതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന തരത്തിലാണ് ചടങ്ങുകളുള്ളത്. ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും. അതിനുശേഷം അടുത്ത മാസം 20-ാം തീയതി വരെ ഈ പരിപാടി നടക്കും. ജില്ലാ, അതായത് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും 1000 പേര്, 750-നും 1000-നും ഇടയിൽ ആളുകളെ പങ്കെടുപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 250-നും 350-നും ഇടയിൽ ആളുകൾ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു, മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് വികസന സെമിനാറും. അരുൺ. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് ചേർത്തത്. അപ്പോൾ വികസന സദസ്സിന്റെ കാലമാണ് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ. അതിൽ UDF പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ പ്രചരണമല്ലേ നിങ്ങൾ വികസന സദസ്സ് വഴി നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതാണ് പ്രതിപക്ഷം അതിൽ തിരിച്ചറിയുന്നത്.